ഇന്ന് NH വ്ലോഗ് പോകുന്നത് എങ്ങോട്ടാ എല്ലാവരും ഒരുമിച്ച് പറയും? കോയമ്പത്തൂര്. എന്തിനാ പോണേ? കുപ്പികുളം. അപ്പൊ ഞങ്ങൾ അത് സർപ്രൈസ് ആണ്, അത് നമ്മൾ ചെന്നിട്ട് പറയുന്നത്. ഞങ്ങള് രാവിലെ നേരത്തെ തന്നെയുള്ള യാത്രയാണ്. വരുന്നേയുള്ളൂ. നേരത്തെ ഇറങ്ങിയാലാണ് ഞങ്ങൾ വിചാരിച്ച സമയത്തിന് അവിടെ എത്താൻ പറ്റുള്ളൂ. സതീഷേട്ടൻ ഫാമിലി എല്ലാവരും ഇതാ അവിടെ വെയിറ്റിംഗ് ആണ്. ഹായ് പറ തുമ്പി, ഒരു ഹായ്. സിയാട്ടി ഹായ്. ശരി രണ്ടാമത്തെ മോളാണ്, തുമ്പി എന്നാണ് പേര്. പാട്ട് പാടും, കുറെ ഡാൻസ് കളിക്കും. അറിയാത്ത പാട്ടുകളൊന്നുമില്ല. എവിടെ വരെ എത്തി പാടി പാടി. അമ്പോ, തുമ്പക്കൂടത്തില് പാട്ട് പാടുണ്ടല്ലോ. തുമ്പിനെ കണ്ണ് കാണിച്ച കണ്ണാണത്. മൂക്കെവിടെ? ചുണ്ടെവിടെ? നാവ് എവിടെ? നാവ്, ചെവി, പൊട്ടെവിടെ? പൊട്ട് പൊട്ടില്ലേ? കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടാ. തമിഴ്നാട്ടിലോട്ട് എത്തിയിട്ട് കഴിക്കുന്ന കാരണം സാമ്പാർ സാദം, ഉപ്മാ സാദം, ചീരവട അതൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കാലത്ത് തന്നെ വയറ് കേടാക്കണ്ട പറഞ്ഞ് നല്ല രീതിയിൽ സാധനങ്ങളാണ് കഴിച്ചിരിക്കുക. നല്ല സൂപ്പർ ചായയാണ് അവിടുത്തെ. പാല് വേണ്ടവർക്ക് പാല് കഴിക്കാം. അയ്യോ,
അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയതും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മാമ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. നീരേലിയും എല്ലാവരും ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ കേട്ടോ. ഇതാണ് വളക്കാപ്പ് ഗേൾ. അമ്മാമ ഹായ് പറയും, അമ്മയും വെൽക്കം പറയും. ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക വണ്ടിയിൽ നിന്നിട്ട് ഏതാ ഭാഷ വീട് മനസ്സിലായിട്ടില്ല. ഇനിയും മനസ്സിലായി, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇങ്ങോട്ട് എത്തിയല്ലേ ഇത് ബുക്കിലല്ലേ. അവരുടെ ചടങ്ങുകൾ തുടങ്ങിയിട്ടോ. അപ്പം ആദ്യം കുട്ടികൾ താലെടുത്തിട്ട് വരികയാണ്. ഞാൻ നിന്നോ എവിടെ എവിടെ വേണം. അപ്പം അശ്വതി പിടിച്ചോ. അവരുടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ഒപ്പം അമ്മ വേണ്ടേ ഇനി ഓർമ്മിക്കോ. അയ്യോ നമ്മുടെ ഭാഗത്തുനിന്നൊരു കാർന്നൂര് വേണം. ശരി, സുബ്രു കേറിപ്പോടാ പൊക്കോ.
കേട്ടോ. അപ്പോൾ അത് കാണാമെന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് 2 കുട്ടികളായിട്ടുണ്ടെങ്കിലും ഈ വളക്കാപ്പ് എന്ന് പറഞ്ഞ ചടങ്ങൊന്നും നമ്മുടെ അവിടെ അങ്ങനെ അത്രയും ഫേമസ് ഒന്നുമല്ലല്ലോ. നമ്മളങ്ങനെ സാധാരണ ചെയ്യാറൊന്നുമില്ല. ഇപ്പോഴേക്കും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ഓരോ മോഡലായിട്ട്. അപ്പോൾ അത് എനിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ എനിക്ക് പറ്റുന്ന പോലെ ഞാനും കുറേ ചന്ദനമൊക്കെ എടുത്ത് വാരി പൂശി അവരെ കുങ്കുമം ഒക്കെ ഇട്ട് തേച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വളയിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ മെയിൻ ചടങ്ങ്. ശരിക്കും ആ വളയുടെ കിലുക്കം കുട്ടി 7-ാം മാസം മുതൽ കേൾക്കണം എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനും വളയൊക്കെ ഇട്ട് കൊടുത്തു. കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുക ചടങ്ങ് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. ഇപ്പോൾ അശ്വതിയാണ് ചെയ്യണത്. അശ്വതിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. പെണ്ണിനെ മാത്രമല്ല ചെക്കനും കുറേ പേര് ചന്ദനവും മഞ്ഞളും ഒക്കെ വാരി പൂശിണ്ടായിരുന്നു. ഞങ്ങളതിനൊന്നുമില്ല. ഞങ്ങൾ പെണ്ണിനെ മാത്രമാണ് ചന്ദനം തൊടലും ഒക്കെ ചെയ്തത്. ലാസ്റ്റ് ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ പോണ സമയത്ത് എല്ലാവർക്കും വള ഇഷ്ടമുള്ള വള എടുക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നു. സ്വീറ്റ്സ് അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വള എടുത്തു. പക്ഷെ എല്ലാം നല്ല വട്ടുള്ളത് കൊണ്ട് ഓരോ വള എടുത്തിട്ട് പോകും. ഇത് അവരുടെ അവിടെ കോഴിക്കോടുകാരായിരുന്നു കേട്ടോ. അവരുടെ ആരുടെയൊക്കെ റിലേറ്റീവ്സ് കോഴിക്കോട് നിന്ന് അവർ തലേ ദിവസം തന്നെ വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ചടങ്ങിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. അവരൊക്കെ കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല അറിവുണ്ടെന്ന് തോന്നിയിട്ടോ. നമുക്ക് മാത്രമാണ് ഇതിന് ഒരു ഐഡിയ ഇല്ലാണ്ട് ആദ്യമായിട്ട് കണ്ടത്. ശരിക്കും നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. ഒരു സന്തോഷമാണല്ലോ അല്ലേ, നമ്മളിങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കുക, എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് നമ്മളൊരു പുതിയൊരു അതിഥിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുക. അതൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ഒരു അമ്മയാൻ പോകുന്ന പെൺകുട്ടിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നും. അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും വളയിട്ടലും എല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ മുഖമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും വന്നുല്ലോ, എന്നെ അനുഗ്രഹിച്ചുല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്കതൊക്കെ വലിയ കാര്യമായിട്ടാ. അവരുടെ നാട്ടിൽ പൂവൊക്കെ ചിലവർ, ഞങ്ങൾ പൂവൊന്നും കൊടുത്തില്ല, ചിലവർ വള ഇട്ടതിന് ശേഷം അവിടെ കണ്ട കുട്ടി റോസ് ആ പൂവ് അത് കൊടുത്തിട്ടാ. അവളുടെ അനിയത്തിയുടെ മദറിൻലോയും ഫാദറിൻലോ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ്. അവർ കോഴിക്കോട് അവിടെയുള്ളവരാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളെങ്കിലും ഞങ്ങളും അവരായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ്. ശരിക്കും നിവേദയുടെ അനിയത്തിയും എല്ലാവരും നല്ല ക്ലോസ് ആയി ഞങ്ങൾ. വരുന്നവർ വളയിട്ട് കൊടുത്ത് അവൾ അനുഗ്രഹിച്ച് പോകുന്നവരാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ വെച്ച് നിരത്തി അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോൾ അവർ തന്നു കേട്ടോ കഴിക്കാനായിട്ട്.
എവിടെ കിട്ടുന്നത്? നമുക്ക് തയ്ക്കാൻ പറ്റും. ദേവുന് പകരം ആ ചെയ്തോ, സുബ്രു ചെയ്തോ. മതി, കഴിയണ വരുന്നുള്ളൂ. തുമ്പിക്ക് പിന്നെ ആരും പരിചയ കുറവില്ല പോയിരിക്കണത്. നോക്കണോക്കടി തുമ്പി, അതിന് മനസ്സിലായി. ഇത് ഞങ്ങളുടെ പ്ലാൻ എ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പ്ലാൻ എ ആയിരുന്നു കേട്ടോ. ഇനി പ്ലാൻ ബി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ